ധർമ്മസ്ഥല കേസിൽ ഇന്നൊരു നിർണായക വെളിപ്പെടുത്തൽ വന്ന ദിവസമാണ്. ധർമ്മസ്ഥല കേസ് വ്യാജമാണെന്ന് കർണാടക പോലീസ് കണ്ടെത്തിയതോടെ സാക്ഷിയിൽ നിന്ന് ഒന്നാം പ്രതിയായ മാസ്ക് മാൻ ചിന്നയ്യയാണ് കോടതിയിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ധർമ്മസ്ഥല എന്ന ഹിന്ദു ക്ഷേത്രത്തെക്കുറിച്ച് വ്യാജ ആരോപണം നടത്താൻ തന്നെ പ്രേരിപ്പിച്ചതും 50 ലക്ഷം വാഗ്ദാനം ചെയ്തതും നടൻ പ്രകാശ് രാജ് ആണ് എന്നതാണ് ചിന്നയ്യയുടെ മൊഴി. പ്രകാശ് രാജ് എന്ന പേര് മാത്രമേ ഉള്ളൂ. ആളൊരു ക്രിപ്റ്റോ ക്രിസ്ത്യനാണ്. മാതാവ് മരണപ്പെട്ടപ്പോഴാണ് ഇയാളുടെ മതം പുറത്തറിഞ്ഞത്. അതുവരെ ഹിന്ദു വിശ്വാസങ്ങളെ വിമർശിക്കുന്ന ഹിന്ദു നിരീശ്വരവാദി ഇമേജായിരുന്നു പ്രകാശ് രാജിനുണ്ടായിരുന്നത്. 1000-ഓളം പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് കൊന്നുകുഴിച്ചു മൂടി എന്നതായിരുന്നു ധർമ്മസ്ഥല ക്ഷേത്രവുമായി ഉയർത്തിവിട്ട ആരോപണം. എന്നാൽ പോലീസ് ചിന്നയ്യ കാണിച്ചു കൊടുത്ത പ്രദേശങ്ങളെല്ലാം JCB ഉപയോഗിച്ച് മാന്തി നോക്കിയിട്ട് ആകെ കിട്ടിയതൊരു തലയോട്ടിയാണ്. അത് ഫോറൻസിക് പരിശോധനയിൽ പുരുഷന്റേതാണെന്ന് തെളിയുകയും ചെയ്തു. മാത്രമല്ല, തലയോട്ടിക്ക് 40 വർഷത്തെ പഴക്കവും ഉണ്ടായിരുന്നു. അതോടെ അന്നത്തെ കർണാടക ഉപമുഖ്യമന്ത്രിയും നിലവിലെ മുഖ്യമന്ത്രിയുമായ DK ശിവകുമാർ ഇതൊരു വ്യാജ പരാതിയാണെന്നും ക്ഷേത്രത്തെ തകർക്കാനുള്ള ശ്രമമാണെന്നും പറഞ്ഞിരുന്നു. തുടർന്ന് ചിന്നയ്യയെ ചോദ്യം ചെയ്തപ്പോൾ തലയോട്ടി അയാൾ തന്നെ കൊണ്ടുവന്നിട്ടതാണെന്നും മഹേഷ് ജെട്ടി, ജയന്ത് തുടങ്ങിയ പ്രതികളാണ് തലയോട്ടി നൽകിയതെന്നും ചിന്നയ്യ പറഞ്ഞിരുന്നു. 18 വയസ്സുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയായ മകൾ അനന്യ ഭട്ടിനെ ധർമ്മസ്ഥല ക്ഷേത്ര സന്ദർശനത്തിന് ക്ഷേത്രത്തിൽ വെച്ച് കാണാതായി എന്ന് പരാതി നൽകിയ സുജാത ഭട്ടിനെക്കുറിച്ച് അന്വേഷിച്ച പോലീസ് അവർക്ക് അങ്ങനൊരു മകളില്ലെന്നും പരാതി വ്യാജമാണെന്നും കണ്ടെത്തി. അവർ നൽകിയ മകളുടെ ഫോട്ടോ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയതോടെ സുജാത ഭട്ടും കേസിൽ പ്രതിയായി. കർണാടകയിലെ ധർമ്മസ്ഥല, മൂകാംബിക തുടങ്ങിയ ഹിന്ദു തീർത്ഥാടന കേന്ദ്രങ്ങൾക്കെതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തി മതസ്പർദ്ധ ഉണ്ടാക്കാൻ നോക്കിയ കേസിൽ ലോറി ഓണറും യൂട്യൂബറുമായ കേരളത്തിലെ മനാഫും പ്രതിയാണ്. ധർമ്മസ്ഥലയെ തകർക്കാൻ ചിലർ നടത്തിയ വലിയൊരു ഗൂഢാലോചനയിൽ താൻ ഇരയാക്കപ്പെടുമായിരുന്നെന്നും 50 ലക്ഷം നൽകി തന്നെ കൊണ്ട് കള്ളമൊഴി പറയിപ്പിച്ചതാണെന്നും തനിക്കും കുടുംബത്തിനും ഇപ്പോൾ ജീവന് ഭീഷണിയുണ്ടെന്നും കാട്ടി ചിന്നയ്യ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിട്ടുണ്ട്. ഈ ഹർജിയിലാണ് ഇപ്പോൾ പ്രകാശ് രാജിന്റെ പേരുള്ളത്. തമിഴനായ തന്നോട് തമിഴിലാണ് പ്രകാശ് രാജ് സംസാരിച്ചത് എന്നുവരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ചിന്നയ്യ. ഹൈക്കോടതി കർണാടക സർക്കാരിനും SITക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിന്മേൽ കേസ് ജൂൺ 29 പരിഗണിക്കും. ചിന്നയ്യയുടെ ഹർജിയിൽ വലിയ തോതിലുള്ള ഫണ്ട് വന്നതായി പറയുന്നുണ്ട്. ഇത് NGOകൾ വഴി വന്നതാണെന്ന സംശയത്തിൽ ED അന്വേഷണം നടത്തുന്നുമുണ്ട്. പ്രകാശ് രാജിന്റെ ക്രിപ്റ്റോ ബന്ധം ആദ്യമേ പറഞ്ഞത് ഇങ്ങനെയൊരു സൈഡ് കേസിനുള്ളതുകൊണ്ട് തന്നെയാണ്. മനാഫിനെ പോലെയുള്ള യൂട്യൂബേഴ്സ് പണം വാങ്ങിയാണോ ഇതൊക്കെ പ്രചരിപ്പിച്ചത് എന്ന വിഷയത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. കേസ് കർണാടക ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് മോദി വിരുദ്ധനായ തന്നെ പീഡിപ്പിക്കുന്നു എന്ന ന്യായീകരണം പ്രകാശ് രാജ് ഇറക്കിയാൽ അത് ചെലവാകില്ല. കാരണം കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്, പോലീസ് അവരുടേതാണ്, കേസിന്റെ മേൽനോട്ടം നടത്തുന്നത് ഹൈക്കോടതിയുമാണ്. പണ്ട് മുതലേ പ്രകാശ് രാജ് കപട വ്യക്തിത്വമാണെന്ന് തോന്നിയിരുന്നു. കാലം എന്തായാലും അത് തെളിയിക്കുക തന്നെ ചെയ്തു.